രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷാ വലയത്തിലുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രി. അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ റോഡുകൾ നിശ്ചലമാകുന്നതും ഡസൻ കണക്കിന് കറുത്ത കാറുകൾ അകമ്പടി സേവിക്കുന്നതും നാം സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. എന്നാൽ ഈ പതിവ് രീതികളിൽ നിന്ന് ഒരു മാറ്റത്തിനൊരുങ്ങുകയാണ് പ്രധാനമന്ത്രി. തൻ്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിൻ്റെ വലുപ്പം പകുതിയായി കുറയ്ക്കാൻ അദ്ദേഹം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ? ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി പ്രധാനമന്ത്രി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഏകദേശം 18 മുതൽ 20 വരെ വാഹനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വാഹന വ്യൂഹത്തിൽ ഉണ്ടാകാറുള്ളത്. ഇത് 10ആയി ചുരുക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹി പോലുള്ള തിരക്കേറിയ നഗരങ്ങളിൽ പ്രധാനമന്ത്രിയുടെ യാത്രകൾ പലപ്പോഴും വലിയ ഗതാഗത കുരുക്കിന് കാരണമാകാറുണ്ട്. മിനിറ്റുകളോളം പൊതുജനം റോഡിൽ കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ജനങ്ങൾക്ക് ബാധ്യതയാകരുതെന്നും അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു. അധികമായി വരുന്ന വാഹനങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറ്റ് പ്രധാന ചുമതലകളിലേക്ക് മാറ്റാനും ഈ നീക്കം വഴി സാധിക്കും. വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ കുറവ് പരിഹരിക്കാനാണ് SPG ലക്ഷ്യമിടുന്നത്. വാഹനങ്ങളുടെ എണ്ണത്തിന് പകരം ഡ്രോണുകളും അത്യാധുനിക CCTV ശൃംഖലകളും ഉപയോഗിച്ച് യാത്ര നിരീക്ഷിക്കും. അകമ്പടി വാഹനങ്ങൾ കുറഞ്ഞാലും ആശയവിനിമയത്തിനായി കൂടുതൽ കരുത്തുറ്റ സിഗ്നൽ ജാമറുകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും നിലനിർത്തും. സുരക്ഷാ പ്രോട്ടോക്കോളുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ഗ്രൗണ്ട് ലെവൽ പ്ലാനിംഗ് പ്രാധാന്യം നൽകും. ഈ നീക്കം കേവലം ഒരു സുരക്ഷാ മാറ്റം മാത്രമല്ല, മറിച്ചൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. VIP സംസ്കാരം അവസാനിപ്പിക്കുക എന്നത് മോദി സർക്കാരിന്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ചുവന്ന ലൈറ്റുകൾ വാഹനത്തിൽ നീക്കം ചെയ്തു മുതൽ ഇപ്പോൾ സുരക്ഷാ വ്യൂഹം വെട്ടിക്കുറയ്ക്കുന്നതുവരെ അതിന്റെ തുടർച്ചയാണ്. സർക്കാർ ഖജനാവിലെ ചെലവ് കുറയ്ക്കുക എന്ന വലിയ ലക്ഷ്യവും അതിന് പിന്നിലുണ്ട്. ഓരോ വാഹനത്തിന്റെയും ഇന്ധനം, പരിപാലനം, അതിലുടനീളം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അലവൻസുകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ പ്രതിവർഷം വലിയൊരു തുക ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കും. മറ്റ് മന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഈ മാതൃക പിന്തുടരണമെന്ന പരോക്ഷമായ നിർദ്ദേശം കൂടിയുണ്ട്. സാധാരണക്കാരായ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസമാണ്. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യ വാഹനങ്ങൾ പ്രധാനമന്ത്രിയുടെ കടന്നുപോകൽ കാരണം തടയപ്പെടുന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലും സാധാരണ ജീവിതം തടസ്സപ്പെട്ടിരുന്ന പ്രധാനമന്ത്രിയുടെ തീരുമാനം സോഷ്യൽ മീഡിയയിൽ പ്രശംസ നേടുന്നുണ്ട്. മുൻപ് പലപ്പോഴും അദ്ദേഹം പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച പലരും കണ്ടിട്ടുണ്ട്. സുരക്ഷാ വലയങ്ങൾ ലളിതമാക്കുന്നതോടെ ജനങ്ങൾക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. സുരക്ഷയും ലാളിത്യവും ഒരുപോലെ കൊണ്ടുപോകാനുള്ള ഈ തീരുമാനം ഇന്ത്യൻ ഭരണരംഗത്ത് പുതിയൊരു മാറ്റത്തിന് തുടക്കമിടുമോ എന്ന് കണ്ടറിയാം. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താതെ തന്നെ എങ്ങനെ ജനകീയമാകാം എന്നതിൻ്റെ ഉദാഹരണമായി ഈ നീക്കം മാറുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. വരും ദിവസങ്ങളിൽ SPG ഇത് സംബന്ധിച്ച ഔദ്യോഗിക ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും.